ശരി, വളരെ പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ, എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ്. രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് KPM ഹോട്ടലിൽ നിന്നും അറസ്റ്റ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്നത്. പോലീസിന്റെ നീക്കം ഉൾപ്പെടെയാണ്. ഒരുപക്ഷെ ഈ ഒരു ഹോട്ടൽ, ഇതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങൾ ഇത് കാണുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് കുറേ കാലം പിറകിലേക്ക് പോകേണ്ടി വരും. അന്ന് ആ നീലപ്പെട്ടി വിവാദം നടന്ന അതേ ഹോട്ടൽ തന്നെയാണിത്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കസ്റ്റഡിയിലെടുത്തുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. അതീവ രഹസ്യമായിട്ടുള്ള നീക്കങ്ങൾ പത്തനംതിട്ടയിൽ നിന്ന് പാലക്കാട് തുടങ്ങി മൊബൈൽ ടവർ ലൊക്കേഷൻ ഉൾപ്പെടെ മൊബൈൽ ട്രേസ് ചെയ്തുകൊണ്ടുള്ള, അല്ലെങ്കിൽ എവിടെയാണെന്നുള്ള ലൊക്കേഷൻ ട്രേസ് ചെയ്ത് ഉൾപ്പെടെയാണ് പോലീസിന്റെ നീക്കങ്ങൾ മുന്നിലേക്ക് വന്നത്. അങ്ങനെ ആരുമില്ല, പേഴ്സണൽ സ്റ്റാഫ് ഉൾപ്പെടെ ആരുമില്ല എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് രാഹുലിന്റെ മുന്നിലെത്തി കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. മൂന്നാമത്തെ പരാതിയാണ്. മുൻപുള്ള 2 പരാതി, അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളം വിടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഒളിവിൽ പോയത് നമ്മൾ കണ്ടതാണ്. പോലീസ് രാഹുലിനെ അന്വേഷിച്ചുകൊണ്ട് സ്റ്റേറ്റ് വിടുന്നത് നമ്മൾ കണ്ടതാണ്. എന്നിട്ടും രാഹുലിനെ കൈകെട്ടിയിട്ടില്ല. അറസ്റ്റ് തടയുന്നത് നമ്മൾ കണ്ടു കോടതി. അതിനുശേഷം വോട്ട് ചെയ്ത് മടങ്ങുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ നാടകീയമായ രംഗങ്ങളായിരുന്നു ആ സമയം ഉണ്ടായിരുന്നത് എങ്കിൽ, മൂന്നാമത്തെ പരാതി വന്നപ്പോൾ ഒരു പഴുതുമില്ലാതെ രാഹുലിനെ പൂട്ടുകയായിരുന്നു. അങ്ങനെ ആ ഹോട്ടലിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവ് വിഷ്വൽസ് ആണ്. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. അനന്തൻ, ഇങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നിലെത്തുന്നതും പാലക്കാടുള്ള ഹോട്ടലിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിലെ കൊണ്ടുപോകുന്നത്. പക്ഷെ അല്പസമയം മുമ്പ് അനന്തൻ പറഞ്ഞ പരാതിയുടെ കാര്യങ്ങൾ, അത് കേൾക്കുമ്പോഴാണ് ഇത്രത്തോളം ഗുരുതരമായ കാര്യങ്ങളാണോ അതിൽ പരാമർശിച്ചിട്ടുള്ളത് എന്നുള്ളത്. സാമ്പത്തിക ചൂഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടിയത് എന്നുള്ളതാണ്. പൂജ, തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യമാണ് മാതൃഭൂമി ന്യൂസിലൂടെ കാണുന്നത്. ഇന്ന് പുലർച്ചെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട്ടെ ഹോട്ടലിൽ നിന്ന് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്ന ദൃശ്യമാണ് കാണുന്നത്. ഷൊർണൂർ ഡിവൈഎസ്പിയുടെയും CIയുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള സംഘമാണ് പാലക്കാട് നിന്ന് ഈ ഹോട്ടൽ മുറിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ നാടകീയമായി കസ്റ്റഡിയിലെടുത്ത് പത്തനംതിട്ടയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കിപ്പോൾ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന ഏറ്റവും പുതിയ വിവരം, പൂങ്കുഴിയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ആ ചോദ്യം ചെയ്യലിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറെക്കുറെ ഈ യുവതിയുമായുള്ള കാര്യങ്ങൾ ബന്ധം സ്ഥിരീകരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുൽ ഈ യുവതിയെ അറിയാം എന്ന് സമ്മതിച്ചിട്ടുണ്ട് ചോദ്യം ചെയ്യലിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. തനിക്കറിയാം യുവതിയുമായി സൗഹൃദമുണ്ടായിരുന്നു എന്ന് രാഹുൽ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിരിക്കുന്നു. ആ യുവതിയെ പരിചയമില്ല എന്ന് പറഞ്ഞ് അയാൾ ഒഴിയാൻ പറ്റാത്ത രീതിയിൽ തെളിവുകൾ ഹാജരാക്കി അന്വേഷണ സംഘം അയാളെ കുരുക്കിയിട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് യുവതിയെ അറിയാം എന്ന് ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിരിക്കുന്നു. ആ ചോദ്യം ചെയ്യലിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇനി വരേണ്ടതുണ്ട്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ യുവതിയുമായുള്ള ബന്ധം സ്ഥിരീകരിക്കുകയാണ്. ഇനി കൂടുതൽ ഈ പരാതിയിൽ മൊഴിയിൽ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അയാൾ സമ്മതിച്ചിട്ടുണ്ടോ, ഗർഭവും അലസിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ ക്രൂരമായ മർദ്ദിച്ചതിൻ്റെ കാര്യങ്ങളൊക്കെ അയാൾ സമ്മതിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിവില്ല. പ്രാഥമികമായ വിവരം അത് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ പെൺകുട്ടിയെ അറിയാം എന്ന് അയാൾ ചോദ്യം ചെയ്യൽ സമ്മതിച്ചു എന്നുള്ളതാണ്. ഏതായാലും മുഖ്യമന്ത്രിക്കാണ് യുവതി പരാതി നൽകിയത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അത് അതീവ രഹസ്യമായി അത് SITക്ക് കൈമാറുകയായിരുന്നു. പിന്നീട് SIT നടത്തിയ ഓപ്പറേഷൻ, ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഓപ്പറേഷൻ, അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കുക,